ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുക്കറിൽ സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ മട്ടനൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയാലോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള. അപ്പോൾ സാധാരണ ഇതെൻ്റെ റെസിപ്പി ഒന്നല്ല, ഇന്ന് ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുക്കറിൽ സവാള ഇട്ടിട്ടുണ്ട്. അപ്പം മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ മല്ലി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് സവാള ഇടുന്നത് ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഒരു 2 എണ്ണം കുറച്ച് അത്യാവശ്യം വലുതെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടാണ് നമ്മൾ ചെരിഞ്ഞേക്കുന്നത്, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യണം. മസാലകൾ എന്ന് പറഞ്ഞാൽ മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. മസാലപ്പൊടികൾ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആ വക ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് നോക്കിയും കണ്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം, ഇതിൻ്റെ ആ പൊടികളൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മളെ മട്ടൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊടികളൊക്കെ ഈ മട്ടനിൽ അങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് കറി മസാല, നമ്മളെ ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിലയിൽ നിന്ന് 2-3 കറിവേപ്പിലയുടെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു 5-8 വിസിലടിക്കട്ടെ. അപ്പോൾ ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 8 വിസിൽ, ഒരു 7 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളെ മട്ടൻ കറി അടിപൊളിയായി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.